മൈ റോൾ മോഡൽ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നാലാണ് ഞങ്ങളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഗാലൻട്രി അവാർഡ് ജേതാവ് മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണനാണ് എൻ്റെ ആദർശ മാതൃക. ധൈര്യം, സമർപ്പണം, നിസ്വാർത്ഥത എന്നിവയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച മൂല്യങ്ങൾ. 2008 നവംബറിൽ മുംബൈയിൽ നടന്ന ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ തീവ്രവാദികളുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ അദ്ദേഹത്തിന് പുറകിൽ വെടിയേറ്റത്. സ്വന്തം ജീവൻ ത്യജിച്ചും രാജ്യത്തിനു വേണ്ടി പോരാടി. ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ കാണിച്ച അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്നെ വളരെയധികം പ്രചോദിപ്പിച്ചു. 1977 മാർച്ചിൽ കോഴിക്കോട് ജില്ലയിലെ ചെറുവണ്ണൂരിലാണ് അദ്ദേഹം ജനിച്ചത്. ജോലി സംബന്ധമായ ആവശ്യത്തിനായി അദ്ദേഹം ബാംഗ്ലൂരിലാണ് താമസിച്ചിരുന്നത്. ISRO ഉദ്യോഗസ്ഥനായ ഉണ്ണികൃഷ്ണൻ്റെയും ധനലക്ഷ്മിയുടെയും മകനാണ് സന്ദീപ് ഉണ്ണികൃഷ്ണൻ. പഠനകാലത്ത് തന്നെ കായിക മത്സരങ്ങളിൽ പങ്കെടുത്തിരുന്നു. സ്കൂളിലെ മികച്ച ഓട്ടക്കാരനായിരുന്നു സന്ദീപ്. 1995 നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ ചേർന്നു. പിന്നീട് 1999 ഇന്ത്യൻ കരസേനയുടെ ബീഹാർ റെജിമെൻറ്റിൽ ചേർന്നു. 2007 മുതൽ അദ്ദേഹം ദേശീയ സുരക്ഷാ സേനയിൽ ഡെപ്യൂട്ടേഷനിൽ പ്രവേശിച്ചു. അവിടെ 51 സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പുകളിലായി അദ്ദേഹം പ്രവർത്തിച്ചു. 2008 ഓപ്പറേഷൻ ബ്ലാക്ക് ടൊറാൻഡോയിൽ നിരപരാധികളെ രക്ഷിക്കുന്നതിനായി തൻ്റെ ജീവൻ കൊടുത്തും അദ്ദേഹം പോരാടി. ഗുരുതരമായ പരിക്കേറ്റ അദ്ദേഹം 2008 നവംബർ 28 മരണത്തിന് കീഴടങ്ങി. രാജ്യം അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായ അശോക ചക്ര നൽകി ആദരിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതം ഓരോരുത്തർക്കും ഓരോ പാഠമാണ്. എത്ര പ്രയാസകരമായ ഘട്ടങ്ങളിലും നെഞ്ചും വിരിച്ച് പോരാടിയ ആളായിരുന്നു സന്ദീപ്. സ്വന്തം ജീവിതം ബലി കൊടുത്ത് മറ്റുള്ളവരെ സംരക്ഷിക്കാനിറങ്ങിയ ആ മനസ്സ് വളരെ വലുതാണ്. നിസ്വാർത്ഥതയാണ് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ച മറ്റൊരു പ്രധാന കാര്യം. മേജർ സന്ദീപ് തന്നെക്കുറിച്ച് ചിന്തിച്ചില്ല, ജീവൻ രക്ഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അദ്ദേഹത്തിൻ്റെ നിസ്വാർത്ഥത പ്രവർത്തനങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കുന്നു. സന്ദീപ് ഒരു യഥാർത്ഥ രാജ്യസ്നേഹിയാണ്. അദ്ദേഹത്തിൻ്റെ മാതൃക പിന്തുടരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. രാജ്യത്തോടുള്ള അദ്ദേഹത്തിൻ്റെ അർപ്പണബോധമാണ് എന്നെ അദ്ദേഹത്തോട് അടുപ്പിച്ചത്. എന്തു വെല്ലുവിളികൾ വന്നാലും നാം സ്വന്തം ജീവിതം കൊടുത്തും അതിനെ നേരിടാൻ അദ്ദേഹം തൻ്റെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചു. അതുതന്നെയാണ് എനിക്ക് ഏറ്റവും പ്രചോദനമായത്. നാടിൻ്റെ അഭിമാനം കാത്തു സംരക്ഷിക്കാനും ഓരോ ജീവനും വിലപ്പെട്ടതാണെന്ന് അദ്ദേഹം കാണിച്ചു തന്നു. അതുകൊണ്ട് തന്നെ സന്ദീപിനെ പോലെ ഞാനും ആകാൻ ശ്രമിക്കും. താങ്ക് യു.